സ്വഹാബിമാരാരെങ്കിലും ഈ നിലയ്ക്ക് ധാരമുണ്ടാക്കി അത് വരുമാന മാർഗമാക്കി മാറ്റിയായ വല്ല രേഖയുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കാണാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏറ്റവും നല്ല കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ? വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി. അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു. ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത്. കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച് പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ ഖബറിന്റെ അകത്ത് നടന്നു വരുന്നതോ അല്ലെങ്കിൽ ഖബർ പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മളെ നാട്ടില്. പണം എല്ലാവരും കൊടുക്കൽ തുടങ്ങിയപ്പോ നമ്മളെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന കൊടുക്കൽ നമ്മളും തുടങ്ങി. സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ. അപ്പോലെ സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിന്റെ ആധിപത്യം നമ്മളെ നാട്ടിൽ കൂടിയതിന്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറെ പണങ്ങൾ എല്ലാ രംഗത്തുക്കും ചെലവഴിക്കൽ വന്നത് പള്ളിക്കും വന്നു, ഖബറിങ്ങൾക്കും വന്നു, എല്ലാം വന്നു. വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അന്ന് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. കണ്ടോ, സ്വഹാബത്തിന്റെ പാതയല്ല, താബഈങ്ങളുടെ പാതയല്ല, ഇമാമികളുടെ പാതയല്ല, പിന്നെ അത് ക്രിസ്ത്യാനിയാണ്, ഹിന്ദുക്കള് ഓരോ സംസ്കാരത്തിൽ നമ്മൾ വാങ്ങിയതാണ്. ഇതല്ലേ റസൂല പറഞ്ഞത്? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാഅ. ജൂത ക്രിസ്ത്യാനികളെ പാതയിലേക്ക് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പഠിപ്പിച്ചു. അതാ നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ അവിടുന്ന് കിട്ടിയതാണെന്നാ പറഞ്ഞത്. ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ കൊടുക്കുന്നത് കണ്ടപ്പോ, അവർ ചെയ്യുന്നത് കണ്ടപ്പോ ആ സംസ്കാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൈമാറിയിട്ടാണ് ഇതൊക്കെ വന്നത് എന്ന് അതിന് മുമ്പിൽ നിൽക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെയും പറഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു തെളിവ് ആവശ്യമില്ലല്ലോ. ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ പേരിൽ പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ശൈലി നബിക്കോ സ്വഹാബത്തിനോ പരിചയമില്ല.